Hi dear students, welcome back to Computer Application Business. Computer Application Businessൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ സെഷനുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് എലമെൻറ്റ്സ് ഓഫ് HTML. HTMLൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള എലമെൻറ്റുകൾ, ടാഗുകളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. HTMLൻ്റെ ടാഗുകളെ കുറിച്ച് തന്നെയാണ് ഇന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ടാഗാണ് HTMLൻ്റെ ഇമേജ് ടാഗ് എന്ന് പറയുന്നത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് HTML ഇമേജസ് സിൻടാക്സിനെ കുറിച്ചാണ് പ്രധാനമായിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. HTML വെബ് പേജിനകത്ത് എങ്ങനെയാണ് ഇമേജസ്, പിക്ചേഴ്സ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് HTML ഇമേജ് ടാഗ് എന്ന് പറയുന്നത്. ദി HTML ഇമേജ് ടാഗ് ഈസ് യൂസ്ഡ് ടു എംബഡ് ആൻ ഇമേജ് ഇൻ എ വെബ് പേജ്. ഒരു വെബ് പേജിലേക്ക് ഒരു ഇമേജിനെ എംബഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതിലേക്ക് ആഡ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടാഗാണ് HTML ഇമേജ് ടാഗ് എന്ന് പറയുന്നത്. ഇമേജസ് ആർ നോട്ട് ടെക്നിക്കലി ഇൻസേർട്ടഡ് ഇൻ ടു എ വെബ് പേജ്. Images are linked to web pages. The image tag creates a holding space for the referenced image. ഇമേജസ് ഒരിക്കലും ടെക്നിക്കലി അതെന്ത് ചെയ്യുന്നില്ല, നമ്മുടെ വെബ് പേജിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നില്ല. അത് നമ്മുടെ വെബ് പേജിലേക്ക് ലിങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും അത് നമ്മുടെ ഒരു ഡാറ്റാ ബേസിന് നമ്മുടെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ആ സ്റ്റോർ ചെയ്തിട്ടുള്ള ഇമേജസിനെ നമ്മൾ ആ വെബ് പേജിലേക്ക് എന്ത് ചെയ്യുന്നു, ലിങ്ക് ചെയ്യുന്നു. അതായത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുകയാണ്, അത് ലിങ്ക് ചെയ്യുകയാണ്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഒരു റെഫറൻസ് ഇമേജ് എന്നുള്ള നിലയിൽ നമുക്ക് അത് നമ്മുടെ വെബ് പേജിനകത്ത് കാണാനും സാധിക്കും. ഓക്കെ, ദ ഇമേജ് ടാഗ് ഈസ് empty. It contains attributes only and does not having a closing tag. നമ്മൾ ക്ലോസിംഗ് ടാഗ് ഇല്ലാത്ത പിന്നെ empty ടാഗുകളെ കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ളൊരു ടാഗാണ് ഇമേജ് ടാഗ് എന്ന് പറയുന്നത്. ആട്രിബ്യൂട്ട്സ് മാത്രമാണ് ഉള്ളത്. ദെൻ അതിന് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ദ ഇമേജ് ടാഗ് ഹാസ് 2 റിക്വയർഡ് ആട്രിബ്യൂട്ട്സ്. രണ്ട് പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ട്സ് ആണുള്ളത്. ഒന്ന് SRC ആട്രിബ്യൂട്ട് എന്ന് പറയും, മറ്റൊന്ന് ഓൾട്ട് ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറയും. SRC എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പെസിഫൈസ് ദ പാത്ത് ടു ദ ഇമേജ്. ഇമേജിൻ്റെ പാത്ത്, അതായത് നമ്മുടെ ഇമേജ് എവിടെയാണ് സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ളത്, അതിൻ്റെ ആ ഒരു URL, അതിൻ്റെ ആ ഒരു ലൊക്കേഷൻ, അത് സ്പെസിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് SRC എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്. ദെൻ ഓൾട്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത് ഓൾട്ടർനേറ്റ് ടെക്സ്റ്റ് ആണ്. ആ ഒരു ഇമേജിന് ഓൾട്ടർനേറ്റ് ടെക്സ്റ്റ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓൾട്ട് എന്ന് പറയുന്ന ടാഗ് മീൻസ് ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്. സോ നമുക്ക് നോക്കാം ഇതിൻ്റെ മറ്റു ആട്രിബ്യൂട്ട്സുകൾ നോക്കാം. സോ അതിനു മുമ്പ് എങ്ങനെയാണ് ഇമേജ് ടാഗ് നൽകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇമേജ് ടാഗ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ ഒരു രീതിയിൽ, ഈ ഒരു ഫോർമാറ്റ്, സിമ്പിൾ ഫോർമാറ്റാണ് നൽകിയിട്ടുള്ളത്. IMG ദെൻ SRC ഈക്വൽ ടു, ഇവിടെ നമ്മൾ ആ ഒരു ഇമേജിൻ്റെ URL ആണ് നമ്മളിവിടെ നൽകേണ്ടത്. അതായത് ആ ഇമേജിൻ്റെ നെയിമാണ് നമ്മളിവിടെ നൽകേണ്ടത് വിത്ത് എക്സ്റ്റൻഷനോട് കൂടിയിട്ട് നൽകണം. ദെൻ ഓൾട്ട് എന്ന് പറയുന്നത് അതിൻ്റെ മറ്റൊരു ആട്രിബ്യൂട്ടാണ്. SRCയും ഓൾട്ടും ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ട്സ് പറയുന്നത്. അതിൽ ഓൾട്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിൽ ഓൾട്ടർനേറ്റ് ടെക്സ്റ്റ്, അതായത് ആ ഒരു ഇമേജിൻ്റെ കണ്ടൻറ്റ് എന്താണോ ആ കാര്യങ്ങൾ നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ദെൻ ഓൾട്ട് ആട്രിബ്യൂട്ടിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദ റിക്വയർഡ് ഓൾട്ട് ആട്രിബ്യൂട്ട് പ്രൊവൈഡ്സ് എൻ ഓൾട്ടർനേറ്റ് ടെക്സ്റ്റ് ഫോർ ആൻ ഇമേജ് ഇഫ് ദ യൂസർ ഫോർ സം റീസൺ കനോട്ട് വ്യൂ ഇറ്റ് because of slow connection, an error in the SRC attribute, or if the user uses a screen reader. അതായത് ഈ ഒരു ഓൾട്ട് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഒരു ഇമേജിന് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ആട്രിബ്യൂട്ടാണ് ഓൾട്ട് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അതായത് എന്താണ് ഇമേജിൽ വരുന്നത്, ആ ഇമേജിൻ്റെ കണ്ടൻറ്റ് എന്താണ്. ഇപ്പോൾ സപ്പോസ് നമ്മളൊരു ഫ്ലവേഴ്സ് നൽകുകയാണെന്നുണ്ടെങ്കിൽ ആ ഫ്ലവേഴ്സിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് ഈ ഒരു ഓൾട്ട് ആട്രിബ്യൂട്ട് ഉപയോഗിച്ച് അതിനെ എന്ത് ചെയ്യാവുന്നതാണ്, നൽകാവുന്നതാണ്. ഒരു ഓൾട്ടർനേറ്റ് ടെക്സ്റ്റ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഓൾട്ട് ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്. ഇത് എന്ത് ചെയ്യുന്നില്ല, യൂസേഴ്സിന് പലപ്പോഴും അത് വിസിബിൾ അല്ല, യൂസേഴ്സിന് അത് വ്യൂ ചെയ്യാൻ കഴിയില്ല. നമ്മൾ ജസ്റ്റ് അതിലേക്ക് നൽകുന്നു എന്ന് മാത്രം. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ സ്ലോ കണക്ഷൻ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ SRC ആട്രിബ്യൂട്ടിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും എറർ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പിന്നെ യൂസ് ചെയ്യുന്ന സ്ക്രീൻ റീഡർ കൊണ്ടായിരിക്കാം. അപ്പോൾ എന്തെങ്കിലും ഒരു കാരണത്താൽ എന്ത് ചെയ്യുന്നില്ല, അത് യൂസേഴ്സിന് അത് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ദ വാല്യൂ ഓഫ് ദി ഓൾട്ട് ആട്രിബ്യൂട്ട് ഷുഡ് ഡിസ്ക്രൈബ് ദി ഇമേജ്. ഈ ഇമേജിനെ ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ആ ഒരു ഓൾട്ട് ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ആയിട്ട് നൽകുന്നത്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ നൽകിയിട്ടുണ്ട്. IMG SRC ഈക്വൽ ടു IMG China.jpg. അതായത് ഇവിടെ എക്സ്റ്റൻഷനോട് കൂടിയിട്ടാണ് നമ്മൾ SRCയുടെ വാല്യൂ നൽകിയിട്ടുള്ളത്. ദെൻ ഓൾട്ട് നൽകിയിട്ടുള്ളത് എന്താണ്, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഫ്ലവേഴ്സ് ഇൻ ചൈനയിലെ ഫ്ലവേഴ്സ് ആണ് ആ ഒരു ഇമേജിൽ കണ്ടന്റ് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ ഒരു ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് വിഡ്ത്ത്, ഹൈറ്റ്, സ്റ്റൈലാണ്. നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ഇമേജസിൻ്റെ വിഡ്ത്ത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും, അതുപോലെ തന്നെ അതിൻ്റെ ഹൈറ്റ് ചേഞ്ച് ചെയ്യാൻ കഴിയും, അതിൻ്റെ സ്റ്റൈല് നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ സ്റ്റൈൽ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഈ വിഡ്ത്തും ഹൈറ്റും ഒക്കെ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആട്രിബ്യൂട്ടാണ്. സോ സ്റ്റൈല് അല്ലെങ്കിൽ വിഡ്ത്ത്, ഹൈറ്റ് തുടങ്ങിയിട്ടുള്ള അതിൻ്റെ സൈസ്
സൈസ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആട്രിബ്യൂട്ട് ആണ്. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. യു ക്യാൻ യൂസ് ദ സ്റ്റൈൽ ആട്രിബ്യൂട്ട് ടു സ്പെസിഫൈ ദ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് ആൻ ഇമേജ്. ഒരു ഇമേജിൻ്റെ ഹൈറ്റും വിഡ്ത്തും ഒക്കെ സ്പെസിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആട്രിബ്യൂട്ടാണ് സ്റ്റൈൽ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ നൽകിയിട്ടുണ്ട്. IMG SRC ഈക്വൽ ടു ഇമേജ് ഗേൾ ഡോട്ട് JPG. അതായത് ഒരു ഇമേജിൻ്റെ നെയിമാണ് വിത്ത് എക്സ്റ്റൻഷൻ നൽകിയിട്ടുണ്ട്. ഇതിന് ഓൾട്ട് നൽകിയിട്ടുണ്ട് ഗേൾ ഇൻ എ ജാക്കറ്റ്. ദെൻ അതിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്ന ആ ഒരു ആട്രിബ്യൂട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ ആയിട്ട് നൽകിയിട്ടുള്ള വിഡ്ത്ത് എത്രയാണെന്നുള്ളത് നൽകിയിട്ടുണ്ട്, ഹൈറ്റ് എത്രയാണെന്നുള്ളത് നൽകിയിട്ടുണ്ട്. സോ അത് കഴിഞ്ഞ് നമ്മളത് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, സോ ഈ രീതിയിലാണ് ഈ ഒരു സ്റ്റൈൽ ആട്രിബ്യൂട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഇമേജ് ബോർഡറാണ്. നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ഇമേജസിന് നമുക്ക് ബോർഡറുകൾ നൽകാവുന്നതാണ്. ബൈ ഡിഫോൾട്ട് ഇമേജ് വിൽ ഹാവ് എ ബോർഡർ around it. We can specify border thickness in terms of pixels using border attribute. A thickness of 0 means no border around the picture. അപ്പോൾ പിക്ചറിൽ ഡിഫോൾട്ട് ആയിട്ടൊരു ബോർഡർ ഉണ്ടായിരിക്കും. ആ ബോർഡറിൻ്റെ തിക്നെസ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡിഫൈൻ ചെയ്യാവുന്നതാണ്, നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാവുന്നതാണ് ബൈ യൂസ് ഓഫ് ഇമേജ് ബോർഡർ ആട്രിബ്യൂട്ട്. അപ്പോൾ ഇമേജ് ബോർഡർ ആട്രിബ്യൂട്ട് ഉപയോഗിച്ച് നമുക്ക് തിക്നെസ് കൂട്ടാം കുറയ്ക്കുകയോ ചെയ്യാം. 0 എന്ന് പറഞ്ഞാൽ അവിടെ യാതൊരു ബോർഡറും ഇല്ല എന്നുള്ളതാണ്. സോ അതിൻ്റെ ഒരു ഫോർമാറ്റ് എങ്ങനെയാണെന്ന് നൽകിയിട്ടുണ്ട്. ഇമേജ് SRC, അതിൻ്റെ ഇമേജിൻ്റെ നെയിം നൽകിയിട്ടുണ്ട്, ഓൾട്ട് നൽകിയിട്ടുണ്ട്, സ്റ്റൈലിൽ നമ്മൾ വിഡ്ത്തും ഹൈറ്റും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ബോർഡർ എന്ന് പറയുന്ന ഈ ഒരു പിന്നെ ആട്രിബ്യൂട്ട് ഓപ്പൺ ചെയ്യുന്നു. അതിന് നമ്മൾ ബോർഡറിൻ്റെ വാല്യൂ, അതിൻ്റെ തിക്നെസ്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് നൽകാവുന്നതാണ്. 0 മുതൽ നമുക്ക് അതിൻ്റെ വാല്യൂ നൽകാവുന്നതാണ്. ഓക്കെ, സോ ഈ രീതിയിലാണ് ഇമേജ് ബോർഡർ എന്ന് പറയുന്ന ഈ ഒരു ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്. ഇത് നെക്സ്റ്റ് വരുന്ന ഇമേജ് അലൈൻമെൻ്റ് ആണ്. നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ഇമേജ് നമ്മുടെ വെബ് പേജിനകത്ത് ഡിഫോൾട്ടായിട്ട് ലെഫ്റ്റ് സൈഡിലേക്കാണ് അത് അലൈൻ ചെയ്ത് വരുന്നത്. ഇമേജ് വിൽ അലൈൻ അറ്റ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദി പേജ് ബൈ ഡിഫോൾട്ടായിട്ട് അങ്ങനെയാണ് വരിക. ബട്ട് വി ക്യാൻ യൂസ് അലൈൻ ആട്രിബ്യൂട്ട് ടു സെറ്റ് ഇറ്റ് ഇൻ ദി സെൻറ്റർ ഓർ റൈറ്റ്. നമുക്കത് സെൻറ്റർ, നമ്മുടെ പേജിനകത്ത് സെൻറ്ററിലോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലോ എങ്ങോട്ട് വേണമെങ്കിലും നമുക്കത് ചേഞ്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ടാണ് അലൈൻമെൻറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്, അലൈൻ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇമേജ് SRC ഡോട്ട് അതിൻ്റെ ഈക്വൽ ടു ഇമേജ് ഡോട്ട് JPG, ഓൾട്ട് നൽകിയിട്ടുണ്ട്. ദെൻ ബോർഡർ നമ്മൾ 3 നൽകിയിട്ടുണ്ട്. അലൈൻ റൈറ്റ്, ദെൻ സ്റ്റൈൽ നൽകിയിട്ടുണ്ട്. ഈ രീതിയിൽ ഇവിടെ നമ്മൾ അലൈൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടാണ്. അലൈൻ എന്ത് ചെയ്യുന്നതിൻ്റെ വാല്യൂ നമുക്ക് റൈറ്റ് നൽകാം അല്ലെങ്കിൽ സെൻറ്റർ നൽകാം. ഡിഫോൾട്ടായിട്ട് ലെഫ്റ്റ് ആണത് വരിക. സോ ലെഫ്റ്റ് നൽകിയിട്ടില്ലെങ്കിലും ലെഫ്റ്റ് ആണ് വരിക. നമുക്ക് റൈറ്റിലേക്കോ അല്ലെങ്കിൽ സെൻറ്ററിലേക്കോ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അലൈൻ ആട്രിബ്യൂട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയാണ് ഇതിൽ പ്രധാനപ്പെട്ട ഇമേജുമായി ബന്ധപ്പെട്ട, ഇമേജ് ഇൻസേർട്ടിങ്ങുമായി ബന്ധപ്പെട്ട അതിൻ്റെ ടാഗും അതിൻ്റെ ആട്രിബ്യൂട്ടുകളും പരിചയപ്പെടുന്നത്. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ ഒരു കോഡ് എങ്ങനെയാണെന്നുള്ളത് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിവിടെ ഒരു കോഡ് നൽകിയിട്ടുണ്ട്. ഡോക് ടൈപ്പ് HTML ബോഡി, ദെൻ H2 HTML ഇമേജസ് നൽകിയിട്ടുണ്ട്. ഒരു ഇമേജ് ഞാൻ ഇൻസേർട്ട് ചെയ്യുകയാണ്. സോ IMG ടാഗ്, ഇമേജ് ടാഗ് ഓപ്പൺ ചെയ്തു. SRC എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉപയോഗിച്ചു. SRCയിൽ നൽകേണ്ടത് ആ ഒരു ഇമേജിൻ്റെ URL ആണ്. ഞാനിവിടെ ജസ്റ്റ് അതിൻ്റെ പേരാണ് നൽകിയിട്ടുള്ളത്. coffee.jpg എന്ന് പറയുന്ന ഒരു ഇമേജ് നെയിമാണ് നൽകിയിട്ടുള്ളത്. ഇതിന് ആൾട്ടർനേറ്റീവ് ടെക്സ്റ്റിനാണ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റൈൽ മീൻസ് വിഡ്ത്തും അതിൻ്റെ ഹൈറ്റും നൽകിയിട്ടുണ്ട്. ഒന്നുകിൽ നമുക്ക് സ്റ്റൈൽ എന്ന് കൊടുക്കാതെ ആ ഒരു പിന്നെ ആട്രിബ്യൂട്ട് ഉപയോഗിക്കാതെ ഡയറക്റ്റ് ആയിട്ട് വിഡ്ത്ത് ഹൈറ്റ് ഇങ്ങനെ നൽകിയാലും നമുക്കത് ലഭിക്കുന്നതാണ്. ഓക്കെ, സോ ഞാനിത് സേവ് ചെയ്യുന്നു. അതിന് ശേഷം നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് image.html. ഈ ഒരു ഫയലാണ്. ഞാൻ ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്യുന്നു. സോ നിങ്ങൾക്ക് കാണാൻ കഴിയും വെബ് പേജ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. HTML ഇമേജ് എന്ന് പറയുന്ന ഹെഡിങ്ങോട് കൂടിയിട്ട് ഞാൻ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ഇമേജ്. നിങ്ങൾക്ക് ഈ ഇമേജ് കാണാൻ കഴിയും. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എവിടെയാണോ ഈ ഒരു വെബ് പേജ്, ഈ ഒരു പേജ് സേവ് ചെയ്യുന്നത്, അവിടെ തന്നെ നമ്മൾ ആ ഒരു ഇമേജ് നമ്മൾ പിന്നെ കോപ്പി ചെയ്ത് വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ഫോൾഡറിനകത്ത് കാണാൻ കഴിയും. ഈ ഫോൾഡറിൽ ഞാൻ ഈ ഒരു ഇമേജ് coffee.jpg എന്ന് പറയുന്ന ഒരു ഇമേജാണ് ഞാൻ ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ ആ ഒരു ഫോൾഡറിൽ തന്നെയാണ് ആ ഫയലും ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, സോ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. സോ ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് ആ ഒരു ഇമേജ് വന്നിട്ടുണ്ട്. നമുക്ക് മറ്റു ആട്രിബ്യൂട്ട്സുകൾ എങ്ങനെയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഞാനിവിടെ സ്റ്റൈൽ ആഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റൈൽ എന്നുള്ള ഈ രീതിയിൽ നമുക്കിത് ചെയ്യാവുന്നതാണ്. ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, സ്റ്റൈൽ ഈക്വൽ ടു വിഡ്ത്ത് എത്രയാണെന്നുള്ളത് നോക്കാം. സോ ഞാൻ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്തിട്ട് എന്താണ് ചേഞ്ച് എന്നുള്ളത് നോക്കാം. ഞാൻ വീണ്ടും ബ്രൗസറിലേക്ക് വരികയാണ്. ജസ്റ്റ് റീഫ്രഷ് ചെയ്യുന്നു. സോ നിങ്ങൾക്ക് കാണാം ഇതിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സൈസ് വിഡ്ത്തും ഹൈറ്റിലും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്കത് റിസൾട്ട് ഇവിടെ കാണാൻ കഴിയും. നേരത്തെ നൽകിയിട്ടുള്ള ഒരു എമൗണ്ട് അല്ല ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഹൈറ്റിൽ നൽകിയിട്ടുള്ളത്. നമുക്കിവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ദെൻ ഹൈറ്റ് ഞാൻ വിഡ്ത്ത് എന്ത് ചെയ്യുന്നു 500 എന്നുള്ളത് ഒരു 600 ആക്കി നൽകുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ദെൻ റീലോഡ് ചെയ്യുക.
ഓക്കെ, നിങ്ങൾക്ക് അതോടെ ചേഞ്ച് വരുന്നതായിട്ട് കാണാൻ കഴിയും. ദെൻ നമ്മളിപ്പോൾ 3 ആട്രിബ്യൂട്ട്സുകൾ പരിചയപ്പെട്ടു. ഏതൊക്കെയായിരുന്നു? SRC പറഞ്ഞു, അതുപോലെ തന്നെ ഓൾട്ട് പറഞ്ഞു, അതുപോലെ സ്റ്റൈല് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അലൈൻ ആണ്. IMG SRC, ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പുതിയ ഒരു ഇമേജും കൂടെ, സെയിം ഇമേജ് തന്നെയാണ്, വേറൊരു ടാഗ് ഉപയോഗിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. IMG SRC ഈക്വൽ ടു ദെൻ ടാഗ് ഒരു സെയിം നെയിമിൽ തന്നെ coffee.jpg, അത് സെയിം പിക്ചർ തന്നെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ദെൻ അലൈൻ അതിന് റൈറ്റ് സൈഡിലേക്കാണ്. ഇത് ഡിഫോൾട്ട് ആയിട്ട് എന്ത് ചെയ്യും, അത് ലെഫ്റ്റ് സൈഡിലാണ് കിടക്കുന്നുണ്ടാവുക. സോ ഞാനിത് റൈറ്റ് സൈഡിലാണ് ഇനി നെക്സ്റ്റ് ഓപ്പൺ ചെയ്യുന്നത്. സോ ഞാൻ ജസ്റ്റ് സേവ് ചെയ്യുന്നു. സേവ് ചെയ്തിട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. ദെൻ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. സോ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇത് ഞാൻ ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്തിട്ടുള്ള പിക്ചറാണ്. ദറ്റ് ഈസ് അലൈൻ ടാഗ് ആട്രിബ്യൂട്ട് ഉപയോഗിച്ചിട്ടില്ല. ഇത് ഞാൻ സെക്കൻഡ് ഇൻസേർട്ട് ചെയ്തിട്ടുള്ളതാണ്. അവിടെ ഞാൻ അലൈൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഇമേജ് സൈസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബോർഡർ കൊടുത്തിട്ട് നിങ്ങൾക്ക് എല്ലാം കാണാൻ കഴിയും. ഇവിടെ ഞാൻ അത്തരത്തിലൊന്നും കൊടുത്തില്ല, ജസ്റ്റ് ആ ഒരു ഇമേജ്, ആ ഇമേജ് എന്തായിരിക്കണം, റൈറ്റ് സൈഡിലായിരിക്കണം എന്നുള്ളത് മാത്രമാണ് നൽകിയിട്ടുള്ളത്. സോ ഈ രീതിയിലാണ് നമ്മൾ ഇമേജസ് എന്ത് ചെയ്യുന്നത്, HTML വെബ് പേജിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്, ലിങ്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, സോ HTML വെബ് പേജിലേക്ക് ഇമേജസ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമേജ് ടാഗാണ് ഉപയോഗിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ട്സുകളാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഓക്കെ.